അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവും. നമ്മളെ രാഷ്ട്രീയത്തിന് എത്ര പ്രസക്തി ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞങ്ങളെ ജാഥയിലും ഞങ്ങളുടെ ഓഫീസിലും ഉള്ള ആളുകളുടെ എണ്ണമല്ല ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം. നമുക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. ഞാൻ UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ബാർഗെയിനിങ്ങേ നമുക്കില്ല. മെയ് 26 അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയങ്ങൾ കോൺഗ്രസുമായി മുൻകാലങ്ങളിലൊക്കെ എത്രയോ തവണ ധാരണ ഉണ്ടായിട്ടുള്ളതാണ്. ധാരണ ഉണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാവുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെയില്ല. വരുത്തി തീർക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആരാണ് അതിന് പിന്നിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് നിങ്ങൾ? അത് എനക്കറിയില്ല. TV അൻവർ ആണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനക്കറിയില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് രാത്രി എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കി. ഞാൻ എന്തുകൊണ്ട് ഇത് തുറന്ന് പറയേണ്ടി വന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട 153 കേസുകളാണ് പോലീസ് ഇവിടെ ബുക്ക് ചെയ്തിരുന്നത്. അതിൽ ഏകദേശം ഒരു 100 പ്രതികളുമായി ഇതിന്റെ വസ്തുത അറിയാൻ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എത്രയോ ആളുകൾ. ഞാൻ ഉപയോഗിച്ച മുഴുവൻ എൻ്റെ പേഴ്സണൽ ഫോൺ 9447060901 ആണ്. ഞാൻ ഒരു വാട്സാപ്പ് കോളിലേക്കും പോയിട്ടില്ല. വാട്സാപ്പിൽ വല്ല മെസ്സേജും വേണമെങ്കിൽ അത് സ്വീകരിക്കുമെന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ആളുകളുമായി ഞാൻ ഇന്ററാക്ട് ചെയ്ത. കാരണം ഗവൺമെന്റ് മുഖ്യമന്ത്രി പാർട്ടിന്റെ കൂടെയാണ് ഈ സത്യം തെളിയിക്കാൻ. സത്യം ഇത് തെളിഞ്ഞു വരുമ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മകളെടുത്തും ശശിക്കും പോകുക എന്ന് മനസ്സിലായപ്പോൾ ഇത് തടയിടാൻ മറ്റൊരു മാർഗമില്ല. എന്താ മാർഗം? അന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയോ, ഞാൻ മുഖ്യമന്ത്രി രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിന് അന്ന് രാത്രി വൈകുന്നേരം ഞാൻ പത്രസമ്മേളനം നടത്തി. ഞാൻ അവിടെ ടെലിവിഷൻ വെച്ചു, പ്രതികളെ ഞാൻ കാണിച്ചു, നമ്പറുകൾ ഞാൻ കാണിച്ചു തന്നു. 100 കണക്കിന് ആളുകളെ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചത്. അത് ഞാൻ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് രാത്രി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിൽ പോയിട്ടുണ്ടാവും. ആ പറയുന്ന കോളർ ID കോളർ ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളും എൻ്റെ കുടുംബം അടക്കം എന്താ വിചാരിക്കുമോ? ഭയങ്കരം തന്നെ കേട്ടോ. പറയും ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും മനുഷ്യന്. ആ ജയിലിൽ നിന്ന് എനിക്ക് പോരാൻ കഴിയില്ല. ആ പ്ലാന് ദൈവാധീനം കൊണ്ട് അദ്ദേഹം അത് ഓരോന്നും ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് എന്നെ ലോക്ക് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. കാരണം ഞാൻ അതിന്റെ 10 ദിവസം മുമ്പ് അദ്ദേഹത്തെ പോയി കണ്ടതല്ലേ, പരാതി കൊടുത്തതല്ലേ, ഡീറ്റെയിൽ ആയി സംസാരിച്ചതല്ലേ. അദ്ദേഹത്തോട് പുറത്ത് പത്രക്കാർ നിൽക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനെന്താ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ച് വിട്ട വ്യക്തിയാണ് ഈ ഡബിൾ ഗെയിം കളിക്കുന്നത്. അപ്പം അയാൾ എന്തുമാത്രം ദുഷ്ടത്തരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്ന് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. തിരഞ്ഞെടുപ്പോട് കൂടി നമ്മളത് വിശദീകരിക്കും. ആ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ജനങ്ങളോട് ഈ കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും. തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു മണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം. നമ്മൾക്ക് തിരക്കില്ല ഞാൻ എപ്പോഴും പറയുന്നല്ലേ. അപ്പൊ നമുക്കത് തിരക്കില്ല. നമ്മളെ രാഷ്ട്രീയത്തിന് എത്ര പ്രസക്തി ഇവിടെ ഉണ്ടെന്ന് അറിയാം. ഞങ്ങളെ ജാഥയിലും ഞങ്ങളുടെ ഓഫീസിലും ഉള്ള ആളുകളുടെ എണ്ണമല്ല ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം. ഇടതുപക്ഷത്തിൽ ഏകദേശം 10 തൊട്ട് 15% ആളുകൾ, വലതുപക്ഷത്തിൽ എന്തായാലും ഉണ്ട്. കൃത്യമായും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സിന്, പിണറായിസത്തിന് അനുകൂലമായി വോട്ട് പെട്ടി വെക്കാൻ കാത്തു നിൽക്കുകയാണ്. അത് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് നിലമ്പൂർ ആദ്യം കാണാം. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം, ഞങ്ങൾ പറയുന്ന പിണറായിസം, ഇത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ. ആ ഒരു ആംഗിളിൽ UDF ലീഡർഷിപ്പ് ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് വലിയ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെന്ത് സംശയം ഇതൊക്കെ ഉണ്ടായ അല്ല, അഭ്യൂഹം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇനിയിപ്പോ അതിലും വരും. നാളെ BJP പോയിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് പറയും. നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ ആ നിൽക്കുന്ന നിലപാടിൽ നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ നഷ്ടം സഹിച്ച പോകുന്നത്. എല്ലാ നഷ്ടങ്ങളും ഞാൻ സഹിച്ചു, ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഒരു ചെറിയ ലാഭക്കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മളെ വാക്കും നമ്മൾ തറവാടിയത്തും കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുമോ? അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതെ 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 അത് പാർട്ടിയല്ലേ. അത് രാഷ്ട്രീയ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പ് മാത്രം പോരല്ലോ. ദേശീയ കോൺഗ്രസ് ലീഡർഷിപ്പും തൃണമൂലിന്റെ ദേശീയ ലീഡർഷിപ്പൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ടല്ലോ. എല്ലാം സെറ്റിലാവും. നമ്മളെപ്പോഴും എന്താ പറയുക, ശോഭനമായ ഭാവി പ്രതീക്ഷിക്കുന്ന ഒരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് സർവശക്തനിൽ
അർപ്പിച്ചിട്ടാണ് ഞാനിതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ ജനങ്ങളുടെ മുന്നിലേക്ക്, ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അതിനെനിക്ക് ബലം തന്നത് എന്താ പറയാ, എൻ്റെ ഇച്ഛാശക്തി. അത് നടത്തും. ഇന്നിപ്പോ ഈ ചർച്ച വന്ന എന്തുകൊണ്ടാണ്? ഞാൻ UDF ലീഡർഷിപ്പിനോട് ഞാൻ എന്താ പറഞ്ഞത്, കുടുങ്ങിയിടത്തിട്ടിട്ട് ആരെയും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ബലം കടിച്ചാൽ എന്താ സ്ഥിതി നിങ്ങൾക്ക് അറിയാം. UDF സംബന്ധിച്ച് വലിയ കുടുക്കലാണ്. നമുക്ക് വലിയ ബാർഗനിങ് പവറുള്ള ഒരു പോയിന്റാണ്. എനിക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്യാം. ഞാൻ UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ബാർഗെയിനിങ്ങേ നമുക്കില്ല. നമ്മുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്കിന് UDF എങ്ങനെ നമ്മളെ കൂടെ നിർത്താൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിച്ചോ? ഞങ്ങൾ എന്തായാലും ഈ പിണറായി സത്തിനെതിരെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോടൊപ്പം അതിന് മുൻപന്തിയിൽ ഉണ്ടാവും എന്ന് പറയുന്നത്. പിന്നെ ഒരു 10-11 മാസം 12 മാസം ഇല്ലേന്ന് ആ രാഷ്ട്രീയമൊക്കെ നമുക്ക് അപ്പാലോചിച്ചാൽ പോലെ. നാളെ അഭിഷേക് ബാനർജിയും മുഖ്യമന്ത്രി ഉണ്ടാവുമായിരിക്കും. 2 ദിവസം ഉണ്ട്, നാളെ മാത്രമല്ല. പിന്നെ ഡേറ്റ് ചോദിക്കില്ലേ? നാളെ അല്ലെങ്കിൽ മറ്റന്നാളാണ്. നമ്മളതിൽ ഹാപ്പിയാണ്. ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അതിന് ഇനി ഒരുപാട് എന്താ പറയുക കടന്നുപോക്കുകളുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരു ഘടകകക്ഷിയാകുക എന്നത് തന്നെയാണ്. അതിന് ദേശീയ രാഷ്ട്രീയമായി ബന്ധമുണ്ട്. ആ ദേശീയ രാഷ്ട്രീയത്തിൽ മമതാജിയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഹുൽജിയും ഒക്കെ ഇതിൽ ഇടപെടേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അതേ സമയത്ത് തന്നെയാണ് അവിടെ ഇലക്ഷൻ വരുന്നത്, മെയ് 26. അപ്പൊ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയങ്ങൾ കോൺഗ്രസുമായി മുൻകാലങ്ങളിലൊക്കെ എത്രയോ തവണ ധാരണ ഉണ്ടായിട്ടുള്ളതാണ്. ധാരണ ഉണ്ടാകില്ല എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാവുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഇല്ല. കാരണം BJP അതിൻ്റെ എല്ലാ പരിശ്രമവും അവിടെ നടക്കുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ പോലെയോ അതിലപ്പുറമോ CPM BJPയോടെ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 വെല്ലുവിളികൾ ഈ തെരഞ്ഞെടുപ്പിൽ 26 തെരഞ്ഞെടുപ്പിൽ AITCക്ക് മറികടക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായും ആന്റി കമ്മ്യൂണൽ, ആന്റി ഫാസിസ്റ്റ്, ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസും ഇതേ എന്താ പറയാ ആശയമുള്ള തൃണമൂലും നാളെ യോജിച്ചെന്ന് വരാം. അതൊക്കെ വരാനിരിക്കുന്ന പൊളിറ്റിക്സാണ്. പോകുന്നുണ്ട്. ആ ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അതാണല്ലോ സംസാരിക്കാം എന്ന് പറഞ്ഞത്. ഞാൻ സംസാരിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരാഴ്ചയിൽ സംസാരിച്ച് ഒരാഴ്ച കൊണ്ട് പറയുന്നല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ആരുമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ബഹുമാനപ്പെട്ട MSN കൺവീനർ അങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ ആ വാർത്തന്റെ വക്കേ കിട്ടും. സ്വാഭാവികമല്ലേ. അതെ അതെ, നമ്മൾ കോടതി തുറക്കാൻ നിൽക്കാൻ കാറില്ല. കോടതി വെക്കേഷനാണല്ലോ. അപ്പൊ അത് 16-ാം തീയതി 17-ാം തീയതിയാണ് കോടതി തുറക്കുന്നത്. നമ്മളതിന്റെ എന്താ പറയാ റിട്ട് പ്രോസസ്സിങ്ങിൽ വക്കീൽമാർ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു ഗ്യാപ്പിൽ 17-ന് മുമ്പ് ഒരു ഗ്യാപ്പിൽ അത് ഫയൽ ചെയ്യും. മറ്റു സംസ്ഥാനങ്ങളിൽ നാളെ വരുന്നുണ്ടോ എന്നറിയില്ല. എനിക്കുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് ഞാൻ പോകുന്നത്. മറ്റുള്ള സ്റ്റേറ്റിൽ നാളെ വരുന്നുണ്ടോ എന്നത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അറിയില്ല, അവിടെ ചെല്ലുമ്പോഴേ അറിയണം. ഏത് പാർട്ടി? ലീഗിൽ പോയി, കോൺഗ്രസ് പോയി. ഇപ്പതാ CMP അത്ര മോശപ്പെട്ട പാർട്ടിയൊന്നുമില്ല, എനിക്ക് അഭിപ്രായമില്ല. പറയുന്ന ബഹുമാനപ്പെട്ട CP ജോണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കൃത്യമായി പഠിക്കുകയും അതിന്റെ അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശേഷിയുള്ള സമുന്നതന നേതാവ്. അദ്ദേഹം ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഉള്ളത് വേറെ വിഷയം. അതുകൊണ്ട് CP ജോണായിട്ട് സംസാരിച്ചതൊക്കെ മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. അവിടെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഒന്ന്. രണ്ടാമത് ഇപ്പോ ഞാൻ CPM ആയിട്ട് ചർച്ച നടത്തില്ല. നിങ്ങൾ അറിഞ്ഞിട്ടില്ല? അറിഞ്ഞിട്ടില്ല അല്ലേ? മാത്രം ഇങ്ങനെ അറിയാൻ പോയി. നിങ്ങളെ കൂട്ടത്തിൽ ചിലർക്ക് ബാക്കിയെല്ലാം അറിയാം. അപ്പൊ അങ്ങോട്ട് പടച്ചു വിടുകയാണ്. സത്യത്തിൽ നിങ്ങളതിലെന്താ പറയാ നിസ്സഹായരാണ്. കാരണം ഇത് ആകാശത്തു നിന്നാണോ ഭൂമിയിൽ നിന്നാണോ കടലിൽ നിന്നാണോ ഈ വാർത്ത മുളച്ചു വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ അന്തം വിടുകയാണ്. പിന്നെ ചോദ്യം വരുമ്പോൾ എന്തെങ്കിലും പറയേണ്ടി വരികയാണ്. അപ്പം ഇതെല്ലാം CPM-നെ സംബന്ധിച്ച് എന്താണ് ഡെയിലി വരുമ്പോൾ അൻവർ എന്താ പറയാ പ്രശ്നമേ അല്ല.
അൻവർ ഒരു ഫാക്ടറേ അല്ല. ആരെ ചോദിച്ചവരോട് എന്തിനവരത് ഈ ഭയപ്പെടുന്നത്?